വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവം സ്തുതികൾക്ക് യോഗ്യനായിരിക്കുന്ന ദൈവം. ദൂതന്മാരുടെ സ്തുതികൾക്ക് മധ്യത്തിൽ ദൂതന്മാരും മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ നിലത്തിട്ട് സിംഹാസനങ്ങൾ നിറങ്ങി ദൈവത്തിൻ്റെ സന്നിധിയിൽ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ആ സ്തുതികളുടെ മധ്യത്തിൽ അധിവസിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ യേശുവിനെ പോലെ യോഗ്യനായ മറ്റൊരു ദൈവം മറ്റാരുമില്ല. നമ്മുടെ കർത്താവിന് തുല്യമായി മറ്റൊരു ദേവന്മാരുമില്ല. ഈ ഭൂമിയിൽ ഓരോ മനുഷ്യരും അല്ലെങ്കിൽ പലതരത്തിലുള്ള ദൈവങ്ങളെ ദൈവവിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ പോലെ ആരാധനയ്ക്ക് യോഗ്യനായ മറ്റൊരു ദൈവവും ഇല്ല. കാരണം മറ്റാരും ജീവനുള്ള ദൈവമല്ല. നമുക്ക് വേണ്ടി വന്ന മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലെ ഇന്നും ജീവിക്കുന്ന മറ്റൊരു ദേവന്മാരും ഈ ഭൂമിയിൽ ഇല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ, ഓരോ ദിവസവും വരുമ്പോൾ ആ കാൽവരിയിലെ മരണത്തെയും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും നാം ആഘോഷിക്കണം. കാരണം കാൽവരിയിൽ പിശാചിൻ്റെ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന സകല കൈയെഴുത്തുകളെ മായിച്ച് പിശാചിനെയും അവൻ്റെ സകല സൈന്യത്തെയും ആയുധവർഗം വയ്പ്പിച്ച് അവരെ തോൽപ്പിച്ച് അവരുടെ മേൽ അവരെ പരസ്യ കാഴ്ചയാക്കി മാറ്റി ജയോത്സവം കൊണ്ടാടിയ ആ കർത്താവിൻ്റെ ജയം നാം ഓരോ ദിവസവും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആഘോഷിക്കണമെന്ന് പറയുന്നു. കാരണം നമ്മെ തോൽപ്പിക്കാൻ പിശാച് നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവ് അവനെ സകല വിധത്തിലും ആയുധം വയ്പ്പിച്ച് തോൽപ്പിച്ചതാണെന്നൊരു ബോധ്യം ദൈവമക്കളായിരിക്കുന്ന നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ ജയം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇറങ്ങി വരുവാനായി സന്തോഷത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ, അങ്ങ് ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന ദൈവം വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് കർത്താവെ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ഞങ്ങൾക്കായി മരിച്ചു കർത്താവെ. അതിനാൽ അവിടുന്ന് അവനെ ഏറ്റവും മേലായി ഉയർത്തി. അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാവരുടെയും മുട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ മടങ്ങുമെന്നും എല്ലാ നാവും കർത്താവിനെ യേശു മാത്രം കർത്താവെന്ന് ഏറ്റു പറയുമെന്ന് വചനം ഞങ്ങൾക്ക് തന്നിരിക്കാല സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ. ഞങ്ങളും ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു കർത്താവേ. ഞങ്ങൾ ഓരോ ദിവസവും അങ്ങ് മാത്രം ഞങ്ങളുടെ രക്ഷകനെന്ന്, അവിടെ നിന്ന് മാത്രം ഞങ്ങളുടെ കർത്താവെന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റു പറയുന്ന അപ്പച്ച. ഞങ്ങളത് ഓരോ പ്രാവശ്യം പറയുമ്പോഴും പിശാചിനെ പരാജയപ്പെടുത്തുകയാണെന്ന് ഞങ്ങൾ അറിയുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങനെ ഒരു പ്രാഗൽഭ്യം ആർക്കെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ, ആരെങ്കിലും അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, ആ കർത്താവിൻ്റെ സ്നേഹത്തെ ആരെങ്കിലും രുചിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ, അപ്പോൾ ഇന്ന് അവരുടെ ദിവസമായിരിക്കണമേ കർത്താവേ. ഇന്ന് ക്രിസ്തു അവരുടെ ഉള്ളിൽ വരണമേ, യേശു അവരുടെ ഉള്ളിൽ ജനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, ഇതാ സകലതും പഴയത് സകലതും കഴിഞ്ഞു പോയെന്ന് പറയുന്ന വചനത്താൽ കർത്താവേ, ഈ പ്രിയമുള്ളവരുടെ ജീവിതം ഒരു പുതുക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരട്ടെ. അവരുടെ തകർന്ന മാനസിക അവസ്ഥകൾ മാറട്ടെ. ഒരു പുതുബലം ആ മനസ്സിൽ വരട്ടെ, ഹൃദയത്തിൽ വരട്ടെ, ശരീരത്തിൽ വരട്ടെ, ജീവിത സാഹചര്യങ്ങളിൽ വരട്ടെ, അവരുടെ ബന്ധങ്ങളിൽ വരട്ടെ. ക്രിസ്തു വന്നാൽ കർത്താവേ ഇങ്ങനെയും മാറുമോ എന്ന ആശ്ചര്യം കൂറുമാറ് ചിലരുടെ ജീവിതങ്ങൾ കർത്താവേ ഈ ദിവസങ്ങളിൽ വളരെ വ്യക്തമായ നിലവാരത്തിൽ മാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ പിടിച്ചിരുന്ന പാരമ്പര്യം, കഴിഞ്ഞ നാളുകളിൽ അവരെ ദൈവമേ ചുറ്റിയിരുന്ന ദാരിദ്ര്യം, രോഗങ്ങൾ സകലതും യേശുവിൻ നാമത്തിൽ വിട്ടുമാറി ജയകരമായൊരു ജീവിതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച. സകല ശാപങ്ങൾ അവരെ വിട്ടുമാറട്ടെ. സകല പാപങ്ങൾ, സകല നുഖങ്ങൾ കർത്താവെ പിശാചി വച്ചിരിക്കുന്ന എല്ലാ അടിമ നുഖവും അവരിൽ നിന്ന് വിട്ടുമാറുവാനായി പ്രാർത്ഥിക്കുന്ന. അടിമത്തം പോലെ കർത്താവെ ചില വ്യക്തികളുടെ കീഴിൽ ഭയത്തോടെ ഇരിക്കുന്നവർ, ചില ഭവനങ്ങളിൽ ദൈവമേ ഭയത്തോടുകൂടി ഇരിക്കുന്നവർ, സ്നേഹത്തിലായിരിക്കേണ്ടുന്ന സ്ഥാനത്ത് ഭയം വ്യാപരിക്കുന്ന ചില ഭവനങ്ങളിൽ നിന്ന് ആ നുഖത്തെ അവിടെ നിന്ന് ഒടിച്ചു മാറ്റുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. യേശുവിൻ നാമത്തിൽ നല്ല ബന്ധത്തിലുള്ള ഐക്യത ദൈവമേ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ അപ്പച്ച. ഭിന്നതകൾ നീങ്ങിപ്പോകട്ടെ കർത്താവെ, കലഹങ്ങൾ മാറിപ്പോകട്ടെ കർത്താവെ. ഹല്ലേലൂയ അപ്പച്ച. ദൈവമേ, ദൈവ സ്നേഹത്താൽ ഞങ്ങൾ അന്യോന്യം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ആ ബന്ധം നിലനിർത്തുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന്
പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലവും ഈ പ്രിയപ്പെട്ട ഓരോ മക്കളെയും ദൈവകരങ്ങളിൽ തരുന്ന അവരുടെ ദൈവമേ ഹൃദയത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾ, ഹൃദയത്തിൻ്റെ നുറുക്കങ്ങൾ, സങ്കടങ്ങൾ ഒക്കെ അവിടെ നിന്ന് മാറ്റണം അപ്പച്ച. ഹല്ലേലൂയ കർത്താവ്. ഇവരെ ദൈവകൃപയിൽ അവിടെ നിന്ന് വളർത്തണമേ. ശക്തരായ ആത്മീയ മനുഷ്യരാക്കി അവിടെ നിന്ന് തീർക്കണമേ. ഇവരുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടി ബലപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുന്നിലുള്ള വിഷയങ്ങളെ ഒരു പേപ്പർ കീറിക്കളയുന്നത് പോലെ കീറിക്കളയുവാൻ അങ്ങ് ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായിരിക്കുന്ന ഒരു സ്വസ്ഥതയിലേക്ക് ഇവർ പ്രവേശിക്കട്ടെ. ചെറിയ വിഷയങ്ങളിൽ പോലും കുലുങ്ങിപ്പോയി വല്ലാതെ ആകുലപ്പെടുന്നവർ കർത്താവെ ക്രിസ്തു എന്ന പാറയിൽ ഉറച്ച് ദൈവമേ ക്രിസ്തുവിനെ ശരണമാക്കി, ക്രിസ്തുവിനെ സങ്കേതവും ആശ്രയവുമാക്കി ഇവർ ദൈവമേ ഇന്നലെ വരെ കണ്ട അവസ്ഥയിൽ നിന്ന് ഇവരുടെ ജീവിതം മാറുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവമേ ദൈവദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ഇവരുടെ ഭവനങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കട്ടെ കർത്താവേ. ദൈവമേ ദേശമെങ്ങും കർത്താവേ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയവർ, പ്രിയപ്പെട്ടവർക്ക് ദൈവമേ പല ആപത്തുകൾ, അനർത്ഥങ്ങൾ വന്ന് സങ്കടങ്ങളിൽ കഴിയുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങ് ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. പരിഹാരങ്ങളുടെ ദൈവം കർത്താവേ പല വിഷയങ്ങൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നവർക്ക് ദൈവമേ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായിരിക്കുന്ന ദൈവം വ്യക്തമായ ആലോചനകളെ കൊടുത്ത് ദൈവമേ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലവും ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഹാർട്ട് കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ. ദൈവമേ തൈറോയിഡിൻ്റെ പ്രോബ്ലങ്ങൾ കർത്താവെ ആ ഗ്രോത്തുകൾ, തൈറോയിഡിലുള്ള ഗ്രോത്തുകൾ ദൈവമേ ബ്ലഡിലുള്ള തൈറോയിഡ് കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്ന അപ്പ. ഹല്ലേലൂയ. ദിവസങ്ങളിലുള്ള പകർച്ചകൾ, കോവിഡിൻ്റേതായിരിക്കുന്ന ബന്ധനങ്ങൾ, കോവിഡ് വന്ന് കർത്താവെ ശരീരം പലതരത്തിൽ ദൈവമേ തളർച്ചയിലേക്ക് ക്ഷീണാവസ്ഥയിലേക്കും ദൈവമേ ശ്വാസകോശ സംബന്ധമായ പല അലർജിയിലേക്കും കടന്നു പോയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവകൃപ ഓരോ ഭവനങ്ങളിലും നിൽക്കട്ടെ കർത്താവെ. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ പ്രത്യേകിച്ച് ഫ്ലൈറ്റ് യാത്രകൾക്കൊക്കെ ഒരുങ്ങുന്നവർ ദൈവമേ ഡിലേകളില്ലാതെ ദൈവമേ യാത്രകളുടെ പാതകൾ ദൈവമേ മാറിപ്പോകാതെ കർത്താവെ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണം. പിശാചിൻ്റെ എല്ലാ കെണികളിൽ നിന്നും ഓരോ ഭവനത്തെയും, ഓരോ ഭവനത്തിലെ വാഹനത്തെയും അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. 57 സങ്കീർത്തനം 1 വാക്യത്തിൽ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ഇപ്രകാരം പറയുന്നു: യഹോവേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം അവിടുത്തെ ചിറകിൻ്റെ കീഴിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം. അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ അതിൽ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയല്ല. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ പലതരത്തിൽ ഓരോ ദിവസവും പ്രശ്നങ്ങളാണ്. നാം ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ദാവീദ് ഏറ്റവും ഉന്നതനായിരുന്ന രാജാവായിരുന്നു എങ്കിലും പലപ്പോഴും തൻ്റെ ജീവിതം പല അനിശ്ചിതത്വത്തിലേക്ക് കടന്നുപോയി. ശൗല് ഒരിക്കൽ ഗോലിയാത്തിനെ കൊല്ലുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം കൊട്ടാരത്തിൽ ദാവീദിനെ സ്വീകരിച്ചു എങ്കിലും തൻ്റെ രാജ്യത്വം പോയി അത് ദാവീദിലേക്ക് വരുമെന്നറിയുമ്പോൾ, തൻ്റെ മകൻ തനിക്ക് ശേഷം രാജാവാകില്ല എന്നെല്ലാം അറിയുമ്പോൾ ദാവീദിന് നേരെ ഏറ്റവും ശത്രുവിനെ പോലെ പെരുമാറുകയാണ്. അവനിൽ നിന്നൊരു ദുരാത്മാവ് പുറപ്പെട്ട് ദാവീദിനെ കുന്തം കൊണ്ട് കൊല്ലുവാനായി നോക്കുന്നു. പല സമയത്ത് ദാവീദിൻ്റെ ജീവനെ എടുക്കുവാൻ ശൗല് നോക്കുമ്പോൾ ദാവീദ് ആ കൊട്ടാരത്തിൽ നിന്ന് ഓടി ഗുഹയിലേക്ക് പോവുകയാണ്. ഗുഹയിൽ പാർക്കുകയാണ്. പകല് ഒളിച്ചു പാത്ത് നടക്കുകയാണ്. ആ ഗുഹയിൽ കഴിയുമ്പോൾ അവിടെ സുരക്ഷിതമെന്ന് തോന്നിയാലും ദാവീദ് പറയുകയാണ്: യഹോവേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ്റെ മറവിൽ അഭയം പ്രാപിക്കുന്നു, ശരണം പ്രാപിക്കുന്നു. കർത്താവ് യഹോവയുടെ ചിറക് തനിക്ക് ഒരു മറവിടമായിരിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നു. നാം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ യഹോവയുടെ ചിറകിനെ നമുക്ക് കാണുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ആ കൂടാരം നമുക്ക് കാണുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ സങ്കേതം എന്ന് നാം പറഞ്ഞാൽ അതിനെ നമുക്ക് കാണുവാൻ കഴിയുമോ? ഇല്ല. അത് നാം വിശ്വാസ കണ്ണാലാണ് കാണുന്നത്. ദാവീദ് കണ്ടത് വിശ്വാസ കണ്ണാലായിരുന്നു. തനിക്ക് മുകളിൽ ആ ഗുഹയായിരുന്നു. എങ്കിലും ദാവീദ് പറയുകയാണ്: യഹോവയുടെ ചിറകിൻ്റെ മറവിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാവീദ് ഒരു ശൗലിൽ നിന്ന് അന്ന് ഓടിയെങ്കിൽ ഇന്ന് പലരും പറയുകയാണ്, ദൈവദാസന്മാർ പറയുകയാണ്, പ്രവാചകന്മാർ പറയുകയാണ്, ഇത് അന്ത്യനാളുകളിലേക്ക് എത്തി, ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നു. ഏത് തരത്തിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ ഭവനത്തിനുള്ളിലിരുന്നാലും ഭവനത്തിന് പുറത്തായിരുന്നാലും എവിടെയാണെങ്കിലും എത്ര സൂക്ഷിച്ച് നടന്നാലും അപ്രതീക്ഷിതമായിരിക്കുന്നത് പലതിനെയും ദുഷ്ടൻ നമ്മുടെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ
യഹോവയുടെ ചിറകിൻ്റെ നിഴലിലല്ലാതെ നാം എവിടെ അഭയം പ്രാപിക്കും? ഹല്ലേലൂയ. നാം ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളോട് 121 സങ്കീർത്തനം അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഓരോ ദിവസവും പറയുവാൻ, അല്ലെങ്കിൽ അത് കാണാതെ പഠിക്കുവാൻ നിങ്ങൾ പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുപോലെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ വരെയും ദൈവത്തിൽ ശരണം പ്രാപിക്കുവാൻ, അങ്ങനെ നാം സുരക്ഷിതരായിരിക്കുവാൻ, ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാൻ ദൈവം ഇന്ന് പകൽക്കാലവും നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. വചനം പറയുക 91 സങ്കീർത്തനവും 121 സങ്കീർത്തനവും ഒക്കെ പറഞ്ഞ് ദുഷ്ടൻ്റെ എല്ലാ കെണികളിൽ നിന്നും നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.